മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം ലോകത്താകെ ആശങ്ക പരത്തുന്നു. കാര്യമായ മധ്യസ്ഥ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല, ഉണ്ടാകുന്നതേ ഇല്ല. ഏറ്റവും പുതിയ വാർത്തകളും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മെറിൻ മേരി ചാക്കോ, ന്യൂസ് ഡെസ്കിൽ നിന്നും സുഹൈൽ മുഹമ്മദ്, ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് എന്നിവർ ചെയ്യുന്നു. ആദ്യം റഹീസിലേക്ക് പോകുന്നു. റഹീസ്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ GCC രാജ്യങ്ങളിൽ ദുബായിലാവട്ടെ, ഖത്തറിലാവട്ടെ, ബഹ്റൈനിലോ കുവൈത്തിലോ ഒക്കെ അങ്ങനെ കാര്യമായ സംഭവങ്ങൾ ഉണ്ടാവുന്നില്ല. സമാധാനം. റഹീസ്. ഹാഷ്മി, ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഒരു വിവരം, അതായത് ഈ ദുഃഖം തുറമുഖത്ത് വീണ്ടും ഒരു ചെറിയ തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ടാങ്കറുകളെ, എണ്ണ ടാങ്കറുകളെ, കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ലെന്നും അതിനെ പ്രതിരോധിച്ചുവെന്നാണ് വിവരം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സൗദി അറേബ്യയിൽ നിന്നുണ്ടായ ആക്രമണങ്ങളെ മാറ്റി നിർത്തിയാൽ GCC രാജ്യങ്ങളിൽ പൊതുവെ ഇന്ന് വലിയ തോതിൽ ആക്രമണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയണം. പുലർച്ചെ UAE സമയം ഒരു 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അത് ഒരു സീരീസ് ഓഫ് അറ്റാക്ക് എന്ന് വലിയ തോതിൽ പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ അത്ര തോതിലുള്ള ആക്രമണം ഈ സൗദി ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് അബുദാബിയിലും ഒപ്പം തന്നെ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ ഇവിടെയൊക്കെയും അപകടമുണ്ടായി, അപായ സൂചനകൾ മുഴങ്ങി, ആക്രമണം നടന്നു. പക്ഷേ അതൊന്നും ഒരു നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുണ്ടാകുന്ന ആക്രമണം പോലും ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. എല്ലാം കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓരോ രാഷ്ട്രങ്ങളും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവസാനം ഒമാനിലെ ദുഃഖം തുറമുഖമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് തിരക്കുമ്പോൾ അവിടെ ഒരു ഫ്യൂവൽ ടാങ്കിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഇഞ്ചുറി പോലും ഇല്ല എന്ന് ഒമാൻ ന്യൂസ് ഏജൻസി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒമാൻ സർക്കാർ ഇത്തരത്തിൽ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഒരു കുറിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇന്ന് കാര്യമായി പറയാൻ കഴിയുന്നത്. ഇനി സാധാരണഗതിയിൽ ഇന്നലെ ഉച്ച മുതൽ ശാന്തമായിരുന്നു. ഇന്ന് രാവിലെയാണ് നേരിയ തോതിലെങ്കിലും ആക്രമണം ഉണ്ടായത്. അതിന്റെ അർത്ഥത്തിലാണ് ഈ വിമാന സർവീസുകളൊക്കെയും വീണ്ടും ഭാഗികമായിട്ടെങ്കിലും സെലക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സാഹചര്യം തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകളാണ് ഒരു നിലയ്ക്ക് GCC രാജ്യങ്ങളിലുടനീളം ലഭിക്കുന്നത്. അവിടെ മറ്റു പ്രശ്നങ്ങൾ, ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഇഷ്യൂ ആയി മാറുന്ന തരത്തിലേക്ക് ഈ ആക്രമണം നീങ്ങില്ല എന്നാണ് ഈ പറയുന്ന മേഖലയിലൊക്കെ ഓൾമോസ്റ്റ് അമേരിക്കയുടെ എയർബേസുകളിലും പ്രധാനപ്പെട്ട ബേസുകളിലൊക്കെ ഇതിനോടകം ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് കൂടാതെ ഈ പറഞ്ഞ ചില അപ്പാർട്ട്മെന്റുകളിലേക്കും ചില സിവിൽ നിർമ്മിതികളിലേക്കൊക്കെ ആക്രമണം നടത്തി. അപ്പോൾ അതോടുകൂടി ഗൾഫ് മേഖലയിലെ ആക്രമണം അവസാനിപ്പിച്ച് പൂർണ്ണമായി ഇസ്രായേലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇറാൻ എന്ന കാര്യം അറിയില്ല. അത് നമ്മൾ കാണുന്ന പോലെ രാത്രിയാകുമ്പോഴേക്കും ഈ സ്ഥിതി മാറുമോ എന്നും അറിയില്ല. മാറാതിരിക്കട്ടെ, അങ്ങനെ സമാധാനം പുലരുന്നെങ്കിലും പുലരട്ടെ. മെറിൻ മേരി ചാക്കോ കൂടി ചേരുന്നു. മെറിനായി പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ഇത് മാത്രമല്ല, എല്ലാ കാലത്തെയും യുദ്ധങ്ങളുടെ പ്രത്യേകത തുടങ്ങിക്കഴിഞ്ഞാൽ അതെവിടെ നിർത്തണമെന്നറിയാതെ അത് പല സ്ഥലങ്ങളിലേക്ക് പല രീതിയിൽ വല്ലാതെ വ്യാപിക്കുന്ന കാഴ്ച നമ്മൾ ആദ്യമായി കാണുന്നതല്ല. ഇക്കുറിയും അതിന് മാറ്റമില്ല. ലെബനനിലേക്ക് അതിശക്തമായ ആക്രമണം തുടരുന്നുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള ഒരു വിമാനത്താവളം ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മേഖലയിലും ഇറാൻ ഇസ്രായേലിൽ നിന്നും മാറി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം ഇപ്പോഴും തടസ്സമില്ലാതെ വ്യാപിക്കുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ. ഹാഷ്മി, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പ്രധാനമായും അതിനൊരു അയവില്ല എന്നത് മാത്രമല്ല, അത് ലെബനനെ കൂടെ ഒരു യുദ്ധക്കളമാക്കിയിരിക്കുകയാണ്. ലെബനൻ ഇപ്പോൾ ഇസ്രായേൽ ഒരേ സമയം ടെഹ്റാനിലേക്കും അതേസമയം തന്നെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ കനത്ത ആക്രമണം തുടരുകയാണ്. ഇതിൻ്റെ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ ഒരു ആക്രമണം നടത്തുന്നത്. ഇതിനോടകം തന്നെ 5ലധികം മിസൈലുകൾ അവിടെ പതിച്ചതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന് ആക്രമണത്തിന് തൊട്ടു മുമ്പ് തന്നെ ആ ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നു. ഞങ്ങൾ കരയിലൂടെ തന്നെ കനത്ത ആക്രമണം നടത്തും. ലെബനന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ലക്ഷ്യം. ആ തകർക്കുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേലി ജനതയുടെ അവരുടെ സുരക്ഷയാണ്. അതിൽ കവിഞ്ഞൊന്നും ഞങ്ങളുടെ ലക്ഷ്യമില്ലാതെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.
ഇതിനെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ആ ഹെസ്ബുള്ളയുടെ അധികാര കേന്ദ്രങ്ങൾ തകർക്കാൻ പൂർണ്ണ അധികാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു കമാൻഡ് നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കട്സ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിന്റെ 3 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആക്രമണം നടത്തിയെന്നാണ്. പ്രധാനമായും ഇസ്രായേലിന്റെ 3 സൈനിക കേന്ദ്രങ്ങളായിട്ടുള്ള നഫ ബേസ്, മെറോൺ, അതേപോലെ തന്നെ രാമത്ത് ഡേവിഡ് തുടങ്ങിയ 3 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. ഈ നഫ ബേസ് എന്ന് പറയുന്നത് ഗോലാൻ കുന്നുകളിലാണ്. ഈ ഗോലാൻ കുന്നുകളിൽ ഇപ്പോൾ ആക്രമണം നടത്തിയെന്നുള്ള വിവരം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇറാൻ ഇസ്രായേലും അതുപോലെ തന്നെ ജെറൂസലേം, ടെൽ അവീവ്, ഏലാത്ത് തുടങ്ങിയ നഗരങ്ങളിൽ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും അതേപോലെ തന്നെ IRGC കമാൻഡ് കേന്ദ്രങ്ങളുമെല്ലാം തകർത്തതായിട്ട് അമേരിക്കയും അവകാശപ്പെട്ടു. ഇപ്പോൾ UAE നടന്ന ആക്രമണത്തിൽ ആമസോണിന്റെ 3 ഡാറ്റാ സെന്ററുകൾ തകർന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. എന്തായാലും തുടർച്ചയായ 4ാം ദിവസവും ഈ ഒരു ആക്രമണം അങ്ങോട്ടും തുടരുമ്പോഴും ഒരു സമാധാന ശ്രമങ്ങൾ അകലെയാണെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു, അതായത് വ്യക്തമാക്കിയിരുന്നു, ഇതിനെ ഈ ഒരു ആക്രമണങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഒരു ആക്രമണം 4 അല്ലെങ്കിൽ 5 ആഴ്ച വരെ നീണ്ടുപോകും. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു നടപടി ആവശ്യമാണെന്ന് പറഞ്ഞു. അതിൽ ബ്രിട്ടൻ ഇപ്പോൾ പ്രതികരിച്ചിരുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് അതൊരു കര ആക്രമണത്തിലൂടെയാണ് സാധ്യമാകുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ പങ്കാളിയാകാത്തതെന്നും കെയർ സ്റ്റാമർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, എന്നാൽ അതേസമയം ഞങ്ങളുടെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കും, പക്ഷേ യുദ്ധത്തിൽ ഞങ്ങൾ നേരിട്ട് പങ്കാളികളാകില്ല എന്ന് പറഞ്ഞു. സ്പെയിനും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ഒരു പശ്ചിമേഷ്യ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൽ സമാധാന ശ്രമങ്ങൾ ഒന്നും നടക്കുന്നില്ല. അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ, സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വാർത്തകളൊന്നും വരുന്നില്ല എന്ന് തന്നെയാണ് ആശങ്കാജനകമായിട്ടുള്ളത്. നേരത്തെ തന്നെ മാർക്കോ റൂബിയോന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അതുണ്ടായാൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കും, അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ ഇങ്ങനൊരു ആക്രമണം നടത്തിയെന്ന് തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അതൊരു വിചിത്ര ഒരു ന്യായമായിട്ടാണ് അത് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞത് മാർക്കോ റൂബിയോയുടെ ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്, ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല, അമേരിക്ക ആക്രമിച്ചത് ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക നിലകൊള്ളുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞുവെന്നും ആ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇത് തന്നെയാണ് എന്തായാലും ഒരു 4ാം ദിവസവും മധ്യപൂർവേഷ്യ സംഘർഷപരിമിതമായി തന്നെ തുടരുന്നു. ലെബനനിൽ ആക്രമണം കടുപ്പിക്കാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. യുദ്ധം അതിർത്തികൾ ഭേദിച്ച് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് മെറിൻ മേരി ചാക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്ന വാർത്ത, ദയ്യാറിലും ജാമിൻ ബുഷഹറിലും ഉണ്ടായ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളിൽ IRGCയുടെ 5 അംഗങ്ങൾ കൊല്ലപ്പെട്ടതിന് വാർത്ത വരുന്നു. അതേസമയം തന്നെ ബഹ്റൈനിലുള്ള US എയർബേസ് അത് പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞുവെന്ന് IRGS പറയുന്നുണ്ട്. 20 ഡ്രോണുകൾ, 3 മിസൈലുകൾ ഷേഖീസ ബേസ് ിലേക്ക് പതിച്ചു. പൂർണ്ണമായി അമേരിക്കയുടെ ആ എയർബേസ് തകർത്തു എന്നാണ് IRGSന്റെ അവകാശവാദം. ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ കൊന്ന 168 പ്രൈമറി സ്കൂൾ കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ അവർക്ക് ആദരമർപ്പിക്കാൻ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. റിവഞ്ച് എന്നൊറ്റ മുദ്രാവാക്യം മാത്രമേ ഉയർത്തുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.